ഹലോ. അസ്സലാമു അലൈക്കും. അലൈഹിസ്സലാം. ലിയാഖത്തിലാണോ? അതെ. ഞാനൊരു 2 മിനിറ്റ് സംസാരിച്ചോട്ടെ? സംസാരിച്ചോളി. ഞാനിപ്പോ നിങ്ങളുടെ സംസാരം ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ആ ഒരു പയ്യനുമായിട്ട് ആ ബദർ യുദ്ധം കച്ചവടത്തിന് പോയതായിരുന്നു. ജംനീൽ ഇത്ര ആള് എന്നൊക്കെ പറഞ്ഞിട്ട് അവനുമായിട്ട് ഇങ്ങനെ ചെറിയ തോതിൽ ഇങ്ങനെ ആ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് കോൾ ചെയ്യുന്നത്. ആ അപ്പോ ഞാനിപ്പോ ഇസ്ലാമിൽ ഒരു കാര്യത്തിൽ മാത്രമാണ് എനിക്ക് ഒരു ചെറിയൊരു ഡൗട്ട്. ആ അതായത് ഇപ്പൊ ഒരു മകൻ അത് മരിച്ചു നിങ്ങളന്ന് കഴിഞ്ഞാൽ സംസാരിച്ചതല്ലേ, നമ്മളത് കാര്യം പറഞ്ഞല്ലേ. അത് പോട്ടെ. പിന്നെ ഈ ഭൂമി, ആകാശം, അല്ല, ബദറിന്റെ കാര്യം പറയും. ബദറിന്റെ കാര്യം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണ ഞാൻ കുറച്ച് കേട്ട്, പിന്നെ ഞാൻ ഫുള്ള് കേൾക്കാതെ ഞങ്ങളോട് ഞാൻ കുറെ ഇങ്ങനെ അടിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എത്ര ആയിട്ട് ഒരു അല്ല, 3-4 ദിവസമായിട്ട് ആയിക്കോട്ടെ. എന്റെ ഫോൺ നിങ്ങളിപ്പോ എടുക്കുന്നില്ല. ബദറിൽ നിങ്ങൾ കേട്ടത് എന്താണ്, അതിലുള്ള ബദറിൽ നിങ്ങളെ ഇപ്പൊ സംശയം എന്നോട് എന്താന്ന് നിങ്ങൾ പറയും. പറഞ്ഞ അവനോടും പറയണേ, എന്നോട് പറഞ്ഞ തന്നെ ഇപ്പൊ നിങ്ങൾ അവനോടും പറയണത്. ആ അതായത് ഞാൻ ഇപ്പൊ 313 ആളുകളോട് ആ 1000-ഓളം ആളുകൾ യുദ്ധം ചെയ്തതായിട്ടാണ് പഠിച്ചത്. നിങ്ങൾ ആ പറഞ്ഞത് ഷാമിലേക്ക് കച്ചവടത്തിന് പോയിരുന്ന കച്ചവട സംഘത്തെ കൊള്ളയടിക്കാൻ വേണ്ടിയാണ് ബദർ യുദ്ധം ഉണ്ടായത് എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അതിന് പോയതിന്റെ ഭാഗമായിട്ടുണ്ടായതാണ്. അല്ല, നിങ്ങളിപ്പോ പറഞ്ഞു വന്നത് അല്ല, മൊത്തത്തിൽ അതന്നെ നിങ്ങൾ ഞാൻ പറഞ്ഞത്. 313 ആളെയും കൂട്ടി മുഹമ്മദ് നബി പോയത് 1000 ആളെ നേരിടാനല്ല. അല്ല, നിങ്ങളിതിപ്പോ ആ ആകത്തുക നോക്കിക്കഴിഞ്ഞാൽ വെറും ഷാമിലേക്ക് കച്ചവടത്തിന് പോയിരുന്ന കച്ചവട സംഘത്തെ കൊള്ളയടിക്കാൻ വേണ്ടിയാണ് ബദർ യുദ്ധം അതിനു വേണ്ടിയാണ് തന്നെ ബദർ ഉണ്ടായത്. യുദ്ധം ഉണ്ടായത്. അതിനു വേണ്ടിയാ പോയത്. അതിനു അങ്ങനെ വേണ്ടിയാണ് ഒരിക്കലല്ല. 313 പേരെ അണിനിരത്തിയത്, പോയത്. ആ ആ പിന്നെ അത് പിന്നെ ആ 1000 കച്ചവട പേരെങ്ങനെ മറ്റേ ആ സത്യപ്രവർത്തകർക്ക് കച്ചവട 1000? അത് അത്രയും ഭാഗം നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? നിങ്ങൾ വെരിഫൈ ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അല്ല, അങ്ങനല്ല. നമ്മളിപ്പോ നിരന്തരം ഇതിങ്ങനെ പഠിച്ചുകൊണ്ടേ ഇരിക്കുന്നത് ഈ 1000 ആള് 313 1000 ആള് 313 ആയുധം ആ. ആൾബലമൊന്നും ഇല്ലാതെ യുദ്ധം ചെയ്തു എന്നല്ല അല്ല, ആ കഥ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കേട്ടിട്ടുള്ളത് മോയിൻകുട്ടി വൈദ്യരുടെ കഥയിൽ നമ്മൾ കേട്ടതാണേ. മോയിൻകുട്ടി വൈദ്യരുടെ കവിതയിൽ മദ്രസത്തെ ഒരുപാട് പുസ്തകങ്ങളിൽ ചാടി നമ്മൾ അതാ വെട്ടി പഠിപ്പിച്ചത്. ഹംസാവിന്ന് ഉസ്താദുമാര് വെള്ളം വയലിൽ കുടിക്കുന്നതും ഉസ്താദുമാര് അതുപോലെ വയലിൽ പോരിശ പറഞ്ഞപ്പോൾ അതാ കൂട്ടാൻ പറഞ്ഞത് വേണ്ടിയിട്ട് നമുക്ക്. അതിൽ ഓല് ഗാനത്തിനും പിന്നെ ഈണത്തിനും വേണ്ടിയിട്ട് കുറെ കൂട്ടിക്കെട്ടും. ആ അത് ആ അത് അല്ല, ആയിക്കോട്ടെ. ഇതിൽ പഠിച്ചിട്ട് നിങ്ങൾ കാര്യമില്ല. പഠിച്ചത് എന്താണ്? ഞാനിപ്പോ ബദർ, അതായത് മുഹമ്മദ്, ഞാൻ ഞാനിപ്പം പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഞാൻ ഉം, സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഉം, നമ്മളൊക്കെ പഠിച്ചത് ഞാൻ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഉം, അതായത് മുഹമ്മദ് നബിയും കൂട്ടരും മക്കയില് കൊടിയ പീഡനങ്ങൾ സഹിക്കവയ്യാതെ രാത്രിക്ക് രാത്രി നാടും വീടും ഒക്കെ ഉപേക്ഷിച്ച് ഓടിപ്പോയി ഉം, മദീനയിലേക്ക്. ഉം, അങ്ങനെ മദീനയിലേക്ക് എത്തി അവിടെ പ്രബോധനം നടത്തി ജീവിക്കുന്നതിന്റെ ഇടയിൽ അവിടെയും ജീവിക്കാൻ സമ്മതിക്കൂല എന്ന് ഉറപ്പിച്ചിട്ട് മക്കാരായിട്ടുള്ള ഉം, അബൂജഹലും കൂട്ടരും ഉം, മുഹമ്മദ് നബിനെ കൊല്ലാൻ വേണ്ടി അവിടുന്ന് 1000-ഓളം പേര് പടപ്പുറപ്പാടായിട്ട് വന്നു. ഉം. അപ്പൊ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ആയുധമെടുക്കാൻ പെർമിഷൻ കിട്ടുകയും അങ്ങനെ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി നബി അവരെ നമ്മൾ നേരിടാൻ എന്നിട്ട് അവരെ കാര്യമില്ല. നേരിടാൻ വേണ്ടി, അതായത് നമ്മളെ കൊല്ലാൻ വരുന്ന പോലെ നേരിടാൻ വേണ്ടി 313 ആളെയും കൂട്ടി പോയി. അത് ഇതല്ലേ ഓക്കെ കഥ? ആണല്ലോ അല്ലേ? അല്ലേ? ആ കഥ അത് ശരിയല്ലേ? തെറ്റാണ്. ആ കഥ തെറ്റാണ്. ഏഹ് ആരാ പ്രശ്നം? അതെന്താ അറിയ, ഈ വിമർശകർ ഇത് തെറ്റാക്കാൻ വിമർശകരല്ലാന്ന് ഞാൻ പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞേക്കുന്നത്. വിമർശകരും അതായത് ഇപ്പൊ എന്താ കേൾക്കണ്ട, പറയുക, നിങ്ങൾക്ക് ഉസ്താദുമാരും ആകെയുള്ള കേൾക്കണ്ട. ഗുണം ഞാൻ നിങ്ങൾ പറഞ്ഞുതരാം. ഒറ്റ മിനിറ്റ്, ഏതെങ്കിലും ഇസ്ലാമിന്റെ ഒരു ചരിത്രത്തിൽ സെക്കൻഡ് ഉം, ജാക്കതിൽ സാഹിബ്, ഒരു സെക്കൻഡ്. ഉം, നിങ്ങൾക്കുള്ള ഒരു ഗുണമുണ്ട്. എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടം. അതിന് കാരണം എന്താ വെച്ചാൽ പവനോ അല്ലെങ്കിൽ ഇടമുറകോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും യുക്തിവാദി വാദത്തിന്റെ പോലല്ല നിങ്ങൾ വളരെ സത്യസന്ധനായിട്ട് നിഷ്പക്ഷമായിട്ടാണ് നിങ്ങൾ കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഒരു പോയിന്റ് വേറെ ആരോട് നമ്മൾ ഇങ്ങനെ സംസാരിക്കാൻ പോകില്ലല്ലോ, കാരണം നിങ്ങൾ അത്രയും നിങ്ങളൊരു മാന്യനാ. ഇപ്പൊ നിങ്ങൾ എന്ന് വിളിച്ചാൽ ആ ആളെ തിരിച്ച് നിങ്ങളൊന്നും ഇനി എത്ര മോശമായിട്ട് സംസാരിക്കുകയാണെങ്കിലും നിങ്ങൾ വളരെ നല്ലതായിട്ട് സംസാരിക്കും. അതുകൊണ്ടല്ലേ ഇപ്പൊ നിങ്ങളോട് സംസാരിക്കാൻ തന്നെ പറഞ്ഞത്. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ബദറിന്റെ കഥ മാറൂലല്ലോ. നിങ്ങൾ ആ ബദറിന്റെ കഥ പോയിന്റ് ഇപ്പം പറയും, ആ ബദറിന്റെ പോയിന്റ് പറയും. കഥയിൽ ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ എന്താ ഇപ്പൊ ചെയ്യുക? ഈ ഈ 28-30 ആ കുട്ടിനോട് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ 23, എന്നോട് തന്നെ പറഞ്ഞ 30 ഒറ്റ ആളെ ഇതാണ് ഓര് വന്നാൽ അത് 1000 ആളൊന്നുമില്ല. പിന്നെ അത് ഇവര് കുറച്ചാള് എന്നൊക്കെയാണ്. അങ്ങനെ പറഞ്ഞാൽ ഇപ്പൊ എന്താ അതിന് പറയപ്പോ അതിലുണ്ടായിന് ഇതിലുണ്ടായിന് അതിന്റെ പുസ്തകം എന്ന് പറഞ്ഞാല് ആ പുസ്തകം ആരാ അത് ഇറക്കണത്? ഞാൻ പറയണത്, നിങ്ങൾ ഏത് പുസ്തകം വേണേ വായിച്ചോളി. അല്ല, അങ്ങനല്ല. നിങ്ങളിപ്പോ എതിർക്കപ്പെടുന്ന ഒരു കാര്യം അതിന് അനുകൂലമായിട്ടുള്ള പുസ്തകം അവിടെ തപ്പിത്തെറിഞ്ഞുണ്ടാക്കും. മാണെങ്കിൽ ഗ്രന്ഥം തന്നെ രചിക്കും. ഇതിനൊന്നും ഞാൻ പ്രയാസമില്ലല്ലോ. പറയണതിന് അനുകൂലമായ ബുക്ക് നിങ്ങൾ തപ്പണ്ട. നിങ്ങൾ ഏത് പുസ്തകം വേണേ എടുത്തോളി. ഇസ്ലാമിൽ ഇപ്പൊ ഞാൻ പറഞ്ഞു, അംഗീകരിക്കുന്ന പുസ്തകം എടുത്തോളി. ഇതിൽ തന്നെ ഈ അബുൽ ഹുറൈറ എന്നൊക്കെ പറഞ്ഞത് ഒരുപാട് ഹദീസ്, ഇതൊക്കെ സഹിയായതും സഹിയാകാത്തതും ഒക്കെ ഉണ്ട്. ഇവരെ ഈ ഹദീസ് ഇറക്കൽ തന്നെ ഒരുപാട് നല്ലതും ആകാത്തതും ഒക്കെ ഉണ്ട്. അതും ശരി. എന്ന മാതിരി ഇപ്പൊ നിങ്ങളിപ്പോ ഈ പറഞ്ഞ ഈ ബദരുദ്ധത്തിനെ കുറിച്ചിട്ട് വളരെ അപൂർവം ആരെങ്കിലും ഇതിനെ വിമർശിക്കാൻ വേണ്ടിയിട്ട് എന്താ ഇറക്കിക്കൂടായി ഉണ്ടോ?
ഇപ്പൊ ഈ ജെമിനി എന്ന് ഏ? പറഞ്ഞതിൽ ഒരു പരിശോധിച്ച് കഴിഞ്ഞാൽ എല്ലാ എന്താ പറഞ്ഞ കാര്യങ്ങളും എന്താ കിട്ടുന്ന. കേട്ടില്ല, നിങ്ങൾ അ- ലാസ്റ്റ് പറഞ്ഞ കേട്ടില്ല. അതായത് ഒരു വിമർശകന് വിമർശിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രസിദ്ധീകരണം പ്രസിദ്ധീകരിച്ചൂടെ? അല്ല ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞു നിങ്ങളത് എടുക്കണ്ടെന്നാണ് ഞാൻ പറഞ്ഞതേ. അല്ല അത് എടുക്കാന്നല്ല, ഞാൻ നമ്മളിപ്പോ ഒരു സംഗതി പറയുന്നത് പറയുമ്പോ ഞാൻ ഈ കൺഫ്യൂഷൻ പറഞ്ഞ ആവൂലേ? കാര്യം, അതായത് മുഹമ്മദ് ആ നബി 313 ആളെയും കൂട്ടി പോയത് ഉം എന്തിനാണ് എന്നും നമ്മളെ മദ്രസയിൽ ചെറിയ പ്രായം മുതൽ പഠിപ്പിച്ചതും ഉസ്താദുമാർ ഇപ്പൊ ഇത്ര കാലം പറഞ്ഞു നടന്നിരുന്ന കഥയും തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്നും, അങ്ങനെ അങ്ങനെ ഒരു 313 1000-ഓളം പേര് മുഹമ്മദ് നബിനെ കൊല്ലാൻ വേണ്ടി വന്നപ്പോ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഉണ്ടായ തട്ടിക്കൂട്ടിയ സംഘമല്ല 313 എന്നുമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഉം എന്തിനാണ് ഈ 313 തട്ടിക്കൂട്ടിയത്? 313 പേരെ നബി അണിനിരത്തി പോയത് ഉം അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തെ 20-നും 40-നും 2-3 അഭിപ്രായമുണ്ട്. ആ ഉം അഭിപ്രായ വ്യത്യാസമാണ് പറയണത്. അപ്പൊ ഉം 20-നും 40-നും ഇടയിൽ വരുന്ന ആളുകൾ മാത്രം അംഗങ്ങളായിട്ടുള്ള ഒരു കച്ചവട സംഘത്തെ കൊള്ള ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത് എന്നാണ് ആ എല്ലാ ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിലും എഴുതി വെച്ചിട്ടുള്ളത്. ആ ആ ഉം. അപ്പൊ അല്ലാതെ അത് നിങ്ങൾ നിങ്ങള്, ഈ അല്ലാതെ അല്ല അത് ഞാൻ അങ്ങനല്ല, പറയണതോ നിങ്ങൾ ഈ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ വേറൊരു നിങ്ങള് പുസ്തകത്തിൽ നിന്ന് ഞാൻ സത്യസന്ധനാണ് എന്ന് നിങ്ങൾ നിങ്ങൾ പറയുന്നുണ്ട്, സത്യസന്ധനെന്ന് പക്ഷെ നിങ്ങൾ ഇത് പറയല്ല, നിങ്ങൾ അംഗീകരിക്കുന്നില്ലല്ലോ. അല്ല നിങ്ങൾ ഈ പറഞ്ഞ അതേ കാര്യം അബൂ സുഫിയാൻ പിന്നീട് പറയണ്ടല്ലോ. അപ്പൊ ഏത് അബൂ സുഫിയാൻ ഈ രേഖപ്പെടുത്തുന്നത്? അബൂ ഞാൻ പറഞ്ഞത് സുഫിയാൻ നിങ്ങൾ എന്ന ഇപ്പൊ നിങ്ങൾ മക്കം അംഗീകരിക്കുന്നത് പത്തയിലെ ഏത് അബൂ അല്ല സുഫിയാൻ? അല്ല 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 അബൂ സുഫിയാൻ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുന്നേ സ്വീകരിച്ചതിന് ശേഷം നിങ്ങൾ പറഞ്ഞതിന് വിപരീതമായിട്ട് പറഞ്ഞ എന്താ അവസ്ഥ? എങ്ങനെ? അപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ ഇത് അബൂ നിങ്ങൾക്ക് സുഫിയാൻ ഇസ്ലാം ആകണതിന് മുമ്പ് എഴുതിയ കഥയല്ല ഈ പറയണതേ. നിങ്ങൾ അല്ലാന്ന് ഇന്ന് അതിന്റെ ശേഷം ലോകത്ത് അന്നത്തെ കാര്യങ്ങളൊക്കെ ഈ അബൂ സുഫിയാൻ അറിയാലോ. എന്ത് അറിയാം? ആ ആ അപ്പൊ അയാൾ പിന്നീട് അന്ന് ഇങ്ങനെ നടന്നീന് അങ്ങനെ നടന്നീന് എങ്ങനെ നടന്നീന്ന് അയാൾക്ക് പറയാലോ. അത് എങ്ങനെ വേണേലും പറയാം. ഞാൻ പറഞ്ഞത് ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതത്തിന് ഇന്ന് മരിച്ചുപോയ അബൂ സുഫിയാൻ അല്ലല്ലോ ഇസ്ലാമിന്റെ അതോറിറ്റി. അല്ല 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 അല്ല, അള്ളി റസൂലും അല്ലേ, അതെ പിന്നെ ഹദീസും ഖുറാനും അല്ലേ. അതെ ഈ കഥകളിൽ, ഈ ചരിത്ര പുസ്തകങ്ങളിൽ എവിടെ നിങ്ങൾ നോക്കിയാലും ബദറില് നമ്മളെ ഉസ്താദുമാര് കുട്ടികളെ പഠിപ്പിച്ചിരുന്ന പോലത്തെ ഒരു സംഭവം ഇല്ലാന്ന്. ഞാൻ അല്ല പറഞ്ഞതാണ് സത്യം. അത് അത് നിങ്ങള് വിമർശകർക്ക് അല്ല, എങ്ങനെയാക്കാലോ. വിമർശകരാക്കേണ്ട കാര്യമില്ല. ഇപ്പൊ നിങ്ങള് എന്നെ കുറിച്ച്, ഞാൻ മറ്റുള്ളവരെ പോലെ അല്ല, ഞാൻ സത്യസന്ധമായിട്ട് മാന്യമായിട്ട് പറയുന്ന അതെ ആളാണ്. അത് ഞാൻ ഓക്കെ, അത് മാന്യമായി ഞാൻ സമ്മതിച്ചു. സത്യസന്ധമായി നിങ്ങളോട് പറയണു. ഞാൻ അതാണ് നിങ്ങൾ പറയുന്നത്, വേറെ നിങ്ങൾ എവിടെ ഈ രേഖപ്പെടുത്തി നിങ്ങൾ തന്ന വേറെ ഒന്നും പുസ്തകം. പോണ്ട, നിങ്ങൾ വേറെ ആ എവിടും പോണ്ട. നിങ്ങൾ നേരെ നിങ്ങളെ പള്ളിക്കത്തെ ഉസ്താദിന്റെ അടുത്ത് പോവാ, ഉം നിങ്ങളെ പള്ളിക്കത്തെ കാളിയുടെ അടുത്ത് പോവാ. ഉം എന്തായാലും ഇപ്പൊ പഠിച്ചൊരു ബിരുദം കിട്ടിയ ആളായിരിക്കുമല്ലോ പള്ളിക്കത്തെ അതെ കാളിയല്ലേ. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, വെറും ഷാമിലേക്ക് കച്ചവടത്തിന് പോരുന്ന കച്ചവട സംഘത്തെ കൊള്ളയടിക്കാൻ വേണ്ടി മതയുദ്ധം ഉണ്ടായത് എന്ന് പറഞ്ഞ ചില ആളുകളുണ്ട്, വിശദീകരണം ഉണ്ട് എന്ന് തന്നെ ഞാനും പറഞ്ഞത്. ഈ ചില ആളുകളുണ്ട് പക്ഷെ വിശദീകരണം അത് ഉണ്ട് പറഞ്ഞത് സത്യസന്ധത ആരാണ്? അല്ലാന്നാ പറഞ്ഞത്. അതല്ലാന്ന് പറയാൻ നിങ്ങളടുത്ത് എന്താ തെളിവ്? അത് ജമിനിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടണില്ലേ? ജെമിനിയിൽ ചോദിക്കണതിനെ കുറിച്ച് എന്ന് രാത്രി ലൈവിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ജെമിനി എന്താ പറയാന്നുള്ളത്. ആ ജമിനി ഇതിനെ ജെമിനി കുറിച്ച് എന്താ എന്താ പറഞ്ഞത്? പറയാ, ജെമിനി എങ്ങനെയാ പറയാ, എന്തുകൊണ്ട് എങ്ങനെയാ പറയുന്നതെന്നൊക്കെ നിങ്ങൾ രാത്രിന്റെ ലൈവ് കണ്ടോളി, നിങ്ങൾക്ക് മനസ്സിലാവും. ആയിക്കോട്ടെ, നിങ്ങൾ ലൈവ് ഇടി, ജമിനി എന്താ അതായത് പറയാൻ ജെമിനിയോട് നോക്കുന്നത്. നിങ്ങൾ ചോദിക്കണല്ലേ. ഇസ്ലാമിന്റെ ചരിത്ര ഗ്രന്ഥങ്ങൾ ജെമിനി ഇപ്പൊ കഴിഞ്ഞ 2-3 കൊല്ലായിട്ടല്ലോ നമ്മളെത്തുള്ളത്. അതിന്റെ മുമ്പ് അതെ എങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയത്? അതിന്റെ മുന്നേ മനസ്സിലാക്കിയത് തന്നെ ഇക്കൊല്ലത്തിൽ നമ്മൾ ഇങ്ങനെ ചർച്ച ചെയ്യും, എവിടെയും എത്തൂല്ല, അങ്ങോട്ട് ഇങ്ങനെ രേഖപ്പെടുത്തി അവിടെ അങ്ങനെ രേഖപ്പെടുത്തി അവിടുത്തെ ഇങ്ങനെ പുസ്തകം പ്രസിദ്ധീകരിച്ചു എന്ന് ഇതിപ്പോ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. നിങ്ങൾ വെറുതെ വിശ്വാസിയാണെന്ന് പറയാന്നല്ലാതെ നിങ്ങൾക്ക് ഇതിലൊന്നും വലിയ വിശ്വാസമില്ലാന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അത് നിങ്ങൾ വിശ്വാസിക്കുന്ന വിശ്വാസം അനുസരിച്ചിട്ട് ഈ ആ അബൂ സുഫിയാന്റെയും കാലത്ത് ക്രോഡീകരിച്ചതല്ലേ, ഈ അബൂ സുഫിയാനും കഴിഞ്ഞിട്ടുണ്ടായത് തന്നെയല്ലേ ഇപ്പൊ ഈ ഖുറാനും. ഈ അബൂ സുഫിയാനൊക്കെ ബലമായിട്ട് സ്വീകരിപ്പിച്ചതെന്ന് പറഞ്ഞ അഭിപ്രായക്കാരൻ തന്നെയാണ് ഞാനും. അതാണ്, അതില് ആ സംശയമൊന്നുമില്ല. ഇപ്പൊ ഇനി ഇപ്പൊ ഈ അബൂ സുഫിയാന്റെ അനന്തരാവകാശിയാണ് മറ്റേ മുആവിയ. മുആവിയ, അവന്റെ ആ ഈ മകനാണ് മുആവിയ യസീദ്. ഈ അഹ്ലുൽ ബൈത്തിനെ വധിക്കും യസീദിനെ എന്നൊക്കെ പറഞ്ഞു യസീദിനെ യസീദിനെ ഭരണാധികാരി ആക്കൂലല്ലോ. യസീദിനെ ഖലീഫ ആക്കാൻ വേണ്ടി ആ യസീദിനെ മുആവിയ ഉണ്ടാക്കി ഭരണാധികാരി ആക്കാൻ കൂട്ടിയതാണ് മുആവിയ ഈമാൻ കാര്യത്തിൽ തയ്യാറാണെങ്കിൽ തെറ്റല്ലേ? ആറാമത്തേന്ന് വരെ ആക്ഷേപമുണ്ട്. ആ ആ അങ്ങനെയുള്ള ചിന്ത വരെ ആൾക്കാരുടെ ഇടയിൽ, ഉണ്ട് വിശ്വാസികൾക്കിടയിലുണ്ട്. ഉണ്ട് അതുകൊണ്ട് അതൊക്കെ നിങ്ങളെ പൊസിഷൻ ഇപ്പൊ എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ ആ പറഞ്ഞത് എന്താ വെച്ചാൽ, നിങ്ങളെ ആ പൊസിഷനിലെ ഒരു പ്രശ്നം എന്താ അറിയോ? ഉം നിങ്ങൾക്ക് ഖുറാനെയും വിശ്വസിക്കാൻ പറ്റില്ല. അല്ലാന്ന് ഞാൻ പറഞ്ഞതിലുള്ള കാതലായ വശം മനസ്സിലാക്കി നിങ്ങള്. നിങ്ങൾ പറഞ്ഞതിന്റെ കാതലായ വശം ഇപ്പൊ ഈ മനസ്സിലായി. നിങ്ങൾ മുആവിയാക്കും പറഞ്ഞ ഈ പിന്നെ ഇപ്പൊ അബൂ നമ്മള് ഇപ്പൊ സുഫിയാനൊക്കെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളുടെ യാഥാർത്ഥ്യം നമ്മൾ പറഞ്ഞത് യാഥാർത്ഥ്യം എങ്ങനെയാണോ എന്ന് പറഞ്ഞാൽ, തെറ്റും ഇപ്പൊ ശരി ഓൽക്കറിയാലോ. ഇസ്ലാമിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇന്ന് നമ്മളുടെ ഇടയിൽ നിലനിൽക്കുന്ന യാഥാർത്ഥ്യമാണ് ഇസ്ലാമിന്റെ യാഥാർത്ഥ്യം. അതില് പ്രബലമായിട്ടുള്ള അല്ലെങ്കിൽ ഇസ്ലാമിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഖുറാനല്ലേ. അതിൽ അതെ നിങ്ങൾക്ക് സംശയമൊന്നുമില്ലല്ലോ. ഒരു അംശമില്ല, ഹദീസ് ഖുർആൻ വളരെ ഹദീസ് സത്യമാണ്. നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് അംഗീകരിക്കാൻ പറ്റൂല. കാരണം നിങ്ങൾ മുആവിയനെ സംശയത്തോടെ കണ്ടാ കഴിഞ്ഞു ആ ഹദീസിന്റെ കഥ. ആ അതായത് ഹദി ഞാൻ ഹദി ചില ഗ്രന്ഥത്തിൽ പറഞ്ഞത് പറഞ്ഞ എന്റെ അല്ല സംശയത്തിന്റെ കാര്യം എന്താ? ഹദീസിന്റെ കഥ കഴിയും. മുആവിയനെയോ
അല്ലെങ്കിൽ യസീദിന് മുആവിനെയോ അബൂ സുഫിയാനെയോ സംശയിച്ചാൽ പിന്നെ ഖുറാനും ഇല്ല ഹദീസും ഇല്ല. ആ അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പോ പിന്നെ ആകെ ഉള്ളത് ഹദീസ് എന്തായാലും തള്ളേണ്ടി വരും. പിന്നെ ആകെ ആ ബാക്കിയാവ ഖുറാനാണ്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ആ ഈ ആ ഖുർആന് നിക്കണമെങ്കിൽ ഹദീസ് വേണം. ഉം. ഹദീസ് ഒരു ഇല്ലാതെ സെക്കൻഡ് ഖുറാൻ നമ്മൾ ഇല്ല. സംസാരിച്ച ചാർട്ട് അവിടെ വെച്ചിട്ട് ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്. ഉം, ഉം, ഈ ഭൂമി ഉം, ഒരു തൂണും ഇല്ലാതെ ആകാശം, ഉം, നക്ഷത്രം ചന്ദ്രമൊക്കെ പോട്ടെ, ഉം. മരണം ആ ഏത് കോടീശ്വരന്റെ ഏത് സുജാന്റെയും മരണം നമുക്ക് തടുക്കാനോ ചെറുക്കാനോ കഴിയണില്ല. ഉം. എന്താ കാരണം? അതിപ്പോ നമുക്ക് ഉറുമ്പിന്റെയും എലിന്റെയും പോത്തിന്റെയും തിമിംഗലത്തിന്റെ ഒന്നും എല്ലാം തടുക്കാൻ ഒരു പറ്റില്ല. ആ മനുഷ്യന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ആ മനുഷ്യന്റെ കാര്യമല്ല, ആ മൊത്തം പടപ്പിന്റെ എല്ലാ ജീവിന്റെ ഉം, എല്ലാ സൃഷ്ടിച്ച മുഴുവൻ സാധനത്തിന്റെ. ഉം. എന്താ കാരണം? ഒരു കാരണമില്ലാതെ അങ്ങനെയാണ് പ്രകൃതി. എന്താ ആ പ്രകൃതിക്ക് ഒരു കാരണം അതങ്ങനെ ഉണ്ടാവില്ല. പ്രകൃതി മാറിക്കൊണ്ടേയിരിക്കാണ്. ഇപ്പൊ നിങ്ങള് മാറും, ഞാനും മാറും. അതായത് എന്താണ് ഈ നിങ്ങള് ലോകം, ഈ 50 കൊല്ലത്തെ ലോകത്തിന്റെ നിങ്ങളെ അല്ല സൃഷ്ടി? ഇപ്പൊ നിങ്ങൾ 50 കൊല്ലത്തെ നിങ്ങളെ അല്ല ഇപ്പൊ ഉള്ളത്. ആ ആ, അത് ഇതിനെന്താ മാറിക്കൊണ്ടേയിരിക്കും. ഇതിനിപ്പോ കാരശ്ശേരി പറഞ്ഞ മറുപടി എന്താ അറിയാം? ഇതാണ് ഉം, ഇതിന് മുമ്പ് ആകെ ഒരു മറുപടി പറഞ്ഞു. ഉം. ദൈവം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, ദൈവം ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ അതിന് പറഞ്ഞ അങ്ങനെയൊന്നും മറുപടിയാണ്. പറയില്ല. ഞാൻ അയാൾ അങ്ങനെയൊന്നും അങ്ങനെ തന്നെ പറയില്ല. എപ്പോഴും പറഞ്ഞു. അല്ല, അയാൾ എപ്പോഴും അതേ ഓരോ പറയുള്ളൂ. ആളുകളുടെ ഓരോ ബോധ്യങ്ങളായിരിക്കും. ഇപ്പൊ അല്ല, അത് നമ്മൾക്ക് ഓരോ കുറ്റം പറയണ്ടല്ലോ. ബോധ്യങ്ങളായിരിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഇപ്പം ഇനിയിപ്പോ നിങ്ങൾ ഈ 12 ചോദിച്ച ഈ ചോദ്യം ഉണ്ടല്ലോ, ആ നിങ്ങളിപ്പോ ഈ ചോദിച്ച ചോദ്യത്തിന് ദൈവം ഉണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ഉത്തരാവുക? അല്ല, ദൈവം ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല, ഈ ഒരു പ്ലസ് പോയിന്റ് ചോദ്യമല്ല അത്. അല്ല, ആ അതൊരു ചോദ്യം നമുക്ക് സംശയ പോയിന്റ് അല്ലേ? അങ്ങനെ ഒരു സംശയം നമുക്ക് ഉണ്ടാവുകയും അതിന് ആ നമുക്ക് ഉത്തരം തേടുകയും അന്വേഷിക്കുകയും അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യാം. ആ അതിനൊന്നുള്ള പരിഹാരം അള്ളേ ഖുർആനും നബിയല്ല. അതിനുള്ള പരിഹാരം കാരണം എന്താ വെച്ചാൽ, ഇപ്പൊ എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ പറഞ്ഞിൽ തന്നെ അതിന്റെ ഉത്തരമുണ്ട്. അതായത് നിങ്ങൾ പറഞ്ഞു ഇവ തൂണൊന്നും ഇല്ലാതെ ആകാശം ഉയർത്തി നിർത്തിയെന്ന്. അത് നിങ്ങൾ പറഞ്ഞാൽ അള്ളയും പറഞ്ഞേ ഖുറാനില്. ആ ഏഹ് ആ അതന്നെ ഒരു പക്ഷെ മഹാ അത്ഭുതമല്ലേ? അള്ള ഈ അള്ള ഈ പിന്നെ എല്ലാ ആകാശത്തിന്റെയും മുകളിൽ ഇരുന്ന അള്ളാക്ക് അറിയില്ലേ ആകാശം എന്ന് പറഞ്ഞ സാധനം ഇല്ല എന്നുള്ളത്? അത് അള്ളാഹ്ക്കറിയാം. അറിയില്ല. ഏ? അറിയില്ല എന്ന് ആ മാത്രല്ല, ആ. ഭൂമി ആകാശമൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നൊന്നും അല്ല, പിന്നെ ഇതിനെ അതിപ്പോ വേറെടുത്തിട്ട് അവിടെ മേലാപ്പ് അത് പോലെ കെട്ടി അത് വെച്ചിരിക്കുകയാണെന്നാണ് അത് പറഞ്ഞ അള്ള. ലിയാഖത്തലിക്ക് ഒരു കാര്യം മനസ്സിലാക്കണം. ഉം, 13 ഇങ്ങനത്തെ സംസാരിക്കണ കൂട്ടത്തില് ഉം. ഏറ്റവും നന്നായി ഒരു സംസാരിക്കണ വ്യക്തിയാണ് നിങ്ങൾ. അല്ല, അതൊക്കെ ആയിക്കോട്ടെ. അല്ല, അതല്ല, നിങ്ങളാ അതിനിപ്പോ കോംപ്ലിമെന്റ് നമ്മൾ എടുക്കും, അത് കുഴപ്പമില്ല. അല്ല, അതെന്താ അറിയോ? ഞാനിപ്പോ എന്റെ ഫോണിൽ ആണ് തുറന്ന മുഴുവൻ നിങ്ങളതാ. ഉറപ്പല്ലേ? ഫോൺ ചെയ്യണതും മറ്റേ ചെയ്യണതും അങ്ങോട്ട് ഇതാക്കണതും നിങ്ങൾ മണ്ണാർക്കാടാണെന്നുള്ളത് ഞാൻ അപ്പോൾ അടുത്തറിഞ്ഞത്. നിങ്ങള് നമ്മളെ നാട്ടുകാരനാ? ഞാൻ ഏകദേശം അവിടെ അടുത്ത. ഞാൻ ആയിക്കോട്ടെ. മൻസൂറുമായിട്ട് ഇങ്ങനെ ഇടക്കിടക്ക് സംസാരിക്കും. മൻസൂറുമായിട്ട് ആ നിങ്ങൾ ഇന്നാള് സംസാരിക്കണ ഞാൻ കണ്ട്. ആ ചിരിച്ചുകൊണ്ട് തന്നെയാണ് ഉം, സംസാരിക്കണമൊക്കെ വെച്ചാലും മൂപ്പര് ഇസ്ലാം മതത്തിനും വേണ്ടി വാദിക്കുമ്പോൾ ഉം. നിങ്ങൾക്കുള്ള അല്ല, ഗുണം ഒരാളിപ്പോ ഇസ്ലാമിന് വാദിക്കണു വെച്ചിട്ട് നമുക്ക് അയാളോട് ശത്രുത ഒന്നും അല്ല, ഇല്ലല്ലോ. നമ്മൾ അങ്ങനെയല്ല. നിങ്ങളെന്താ ആശയപരമായിട്ടുള്ള അറിയോ? തർക്കല്ലേ. നിങ്ങൾ ആരിഫിനെ പോലെ അല്ലാത്തതാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം. നമ്മൾ കാരണം വെച്ചാൽ ആരിഫിനെ പോലെയല്ല, നിങ്ങളെ പോലെയല്ല. നമ്മള് വേറൊരു, അതല്ല, എല്ലാ അങ്ങനല്ല, മനുഷ്യന്മാരും വേറെ വേറെ അങ്ങനല്ല. അല്ലേ? നിങ്ങൾ നിഷ്പക്ഷത്തില് ഒരു അല്ല, എല്ലാ നിഷ്പക്ഷനാണ്. മനുഷ്യന്മാരും വ്യത്യസ്തരാണല്ലോ, അതിൽ അല്ല, കാര്യമില്ല. അതാണ് ഉം. അതാണ് നമ്മളിപ്പം ഇപ്പൊ നിങ്ങളൊരു നമ്മള് 5-6 ആള് ഒരൊറ്റ മിനിറ്റ്. അബ്ദുൽ നാസർ മദനിയും പിന്നെ പി ബക്കർ മുസ്ലിയാരും ഒരേപോലെ അല്ലല്ലോ. മുജാഹിദ് അയാളിവിടെ ബാലുശ്ശേരി നടക്കണ എം എം തുറന്നു മക്കൂർ പറഞ്ഞു. ഒരേപോലെ അല്ല. അല്ല അപ്പൊ അതൊക്കെ വ്യത്യാസം ഉണ്ടാവും, അതിലൊന്നും അല്ല, ഒരു കാര്യമല്ല. മിനിറ്റ്. നിങ്ങളിപ്പോ ഒരു 5-6 പേര് കൂടിയാണ്ട് ഒരു കാരണമില്ലാതെ തച്ച് കഴിഞ്ഞാൽ നിങ്ങളൊപ്പം നിൽക്കണ്ടേ? ഞാൻ ആ തച്ച ആളുകളൊപ്പം നിൽക്കണ്ടേ? അതൊക്കെ വേറെ കഥയാണ്. അതൊക്കെ നമുക്ക് വേറെ സംസാരിക്കാം. ഇത് നിങ്ങളൊരു കാര്യം പറഞ്ഞോളി. ചെയ്യും. അതായത് നിങ്ങൾ ഞാൻ പറയണ്ട വെച്ചാൽ വിശ്വാസത്തിലേക്ക് മടങ്ങി വരും. നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങൾക്ക് ഇതിനെ ഇപ്പൊ ബദർ നമ്മൾ പ്രത്യേകമായിട്ട് എടുത്തു കഴിഞ്ഞാല് ഒറ്റ ഓപ്ഷൻ ഉള്ളൂ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ. നമ്മൾ ഒരു ഈ ഓപ്ഷനും ഇല്ല. ബദർ യുദ്ധത്തില് ഇത് ഇത്ര ഉള്ളു. അതായത് നമ്മളെ 313 ആളോട് 1000 ആൾ തന്നെയാണ്. അതിലൊരു ആ ഒബ്ജക്ഷനും ഇല്ല. കണക്ക് നിങ്ങൾക്ക് എവിടെ കിട്ടി? ആ കണക്കല്ലേ നമ്മൾ മദ്രസയിൽ പഠിച്ചത്. ആ മദ്രസി ആ സാധനം തന്നെയാണ് ഞങ്ങളോട് പറഞ്ഞത്. ആ ഇത് കണക്ക് ഏത് എല്ലോടത്തും ഈ പുസ്തകത്തിൽ പഠനം എഴുതി തന്നെയല്ലേ? വെച്ചതാണോ? ഇതന്നെ ഈ ഞാൻ പഠനമാണ് പറഞ്ഞു എല്ലാ തരാം. പുസ്തകത്തിലും ഉള്ളത്. ഞാൻ പറഞ്ഞങ്ങൾ കേക്ക്. ആ കണക്ക് പറഞ്ഞത് നിങ്ങൾ എവിടുന്നാണോ എടുക്കുന്നത്, ആ എല്ലാ എല്ലാത്ത പുസ്തകത്തിലും കണക്കുണ്ടെങ്കിൽ അത് തിരുത്താണ്. അല്ലാത്തൊരു ഞാൻ കണക്ക് വന്നു പറയട്ടെ കഴിഞ്ഞാൽ അത് തെറ്റാണ്. ഞാൻ പറയട്ടെ ആ ആ, കണക്ക് നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ ഇതാണ് ഇപ്പൊ നമുക്ക് പുസ്തകത്തിലും, ജെമിനിനോട് ചോദിക്കാനുള്ളത്. ആ ജെമിനിനോട് ചോദിക്കാനുള്ളത് ആ ഇതാണ്. കണക്ക് കിട്ടുന്ന എല്ലാ പുസ്തകത്തിലും അല്ല, അത് വേണ്ട. ഈ കണക്കാണ് നമുക്ക് ജെമിനിനോട് ചോദിച്ചിട്ട് നമുക്കൊന്ന് ഉറപ്പ് വരുത്താനുള്ളത്. ചോദിച്ചോളി. അത് പറ്റൂലേ? അത് ആ ചോദിച്ചോല്ലോ. അല്ല, നിങ്ങൾ ചോദിച്ചാൽ മതി. ജെമിനിനോട് ചോദിച്ച ഞാൻ എനിക്ക് ഈ പറഞ്ഞത് ജെമിനി കാര്യത്തിൽ ഒരു എങ്ങനെയാണ്. ഞാൻ സംശയമില്ല. ആ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഈ ജെമിനിയിലെ അല്ല, ബദറിന്റെ കഥയും കൂടി വേണ്ട. ചോദിക്കാം. ജെമിനി ചില കാര്യത്തിൽ ജെമിനി ഒന്നല്ല. ജെമിനിനോട് ഇപ്പൊ മിനിഞ്ഞാന്ന് ചോദിച്ചു, ട്രംപും നെതന്യാഹുവും ആരാ ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരവാദികൾ പോലും രണ്ടു വലിയ ചോദിച്ചപ്പോ അങ്ങനെ പറയാൻ പറ്റൂല. എന്നാ പിന്നെ ആരാ നിങ്ങൾ പറയുകയായിരുന്നു? ആ. ഏത്? അപ്പൊ അതിന്റെ പിന്നെ അർത്ഥം എന്താ വെച്ചാല് അതിന്റെ ജെമിനി അർത്ഥം എന്ന് വെച്ചാൽ പറഞ്ഞത് വളരെ ജെമിനിക്കും ഉണ്ട് ചില ഡിപ്ലോമാറ്റിക് ആയിട്ട് ചായ്വുകളൊക്കെ. പറഞ്ഞുതരാം. ജെമിനിക്കും ചില ജെമിനി അല്ല, ചായ്വുകളുണ്ട്. അങ്ങനെയല്ല. ജെമിനിയുടെ ഉം. ചായ്വല്ല അത്. അതൊരു ആ, ലാംഗ്വേജ് മോഡലാണ്. അതൊരു അങ്ങനെ മനുഷ്യന്മാരുണ്ടാക്കിയെടുത്ത ഒരു ടെക്നോളജിയാണ്.
അപ്പൊ അതെങ്ങനെ മറുപടി പറയണമെന്ന് അതിന് കുറച്ച് മോഡൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിൽ നിങ്ങളൊരു ആ, കാര്യം ആ, ചോദിച്ചു കഴിഞ്ഞാല് ആ, അതിന് ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകളുടെ സെന്റിമെന്റ്സിനെ ഹർട്ട് ഉം. ചെയ്യാത്ത രീതിയിൽ ആ, വളരെ ആ, ആ, സൗമ്യമായ ഒരു മറുപടി പറയും. അത്രേ ഉള്ളൂ. ആ. അങ്ങനെ ഉണ്ടോ? അങ്ങനെ പറയുള്ളൂ. അങ്ങനെ അങ്ങനെ എനിക്ക് പറയുള്ളൂ. പുതിയ പിന്നെ നിങ്ങൾ അറിവാണ്. തിരിച്ചു മറിച്ചാൻ ചോദിച്ചാൽ നിങ്ങളത് ജെമിനി പറഞ്ഞുതരും. ആ, ആ, നിങ്ങൾക്ക് തന്നെ ജെമിനി പറഞ്ഞുതരും. ജെമിനിയോട് പറയാ, ഞാൻ അങ്ങനെ വിശ്വാസത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ഇങ്ങനെ എന്താ കഥ കേൾക്കാൻ വേണ്ടി ചോദിക്കല്ല. ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള മറുപടി ഒന്നും വേണ്ട. എനിക്ക് വസ്തുനിഷ്ഠമായിട്ടുള്ള മറുപടി വേണം. തെളിവിന്റെ അടിസ്ഥാനത്തിലുള്ള മറുപടി വേണം. അതന്നെയാണ് എന്തിനാണ് നമുക്ക് വേണ്ടത്. ആ എന്തിനാണ് 313 ആളെയും കൂട്ടി മുഹമ്മദ് നബി പോയത് എന്ന് ചോദിച്ചാൽ മതി. അപ്പൊ ജെമിനി നിങ്ങൾക്ക് പല പയറ് പോലെ പറഞ്ഞുതരും. മണി പോലെ പറഞ്ഞുതരും. അത് നിങ്ങൾ അബൂ ഏതായാലും സുഫിയാനും കൂട്ടരും കച്ചവടമായിട്ട് പോകണ്ടായിരുന്നു. നിങ്ങളെ 2 തവണ ശ്രമിച്ച് പരാജയപ്പെട്ടു. നിങ്ങളെ മൂന്നാമത്തെ തവണ നബി നേരിട്ട് ഇറങ്ങിപ്പോയി. എന്തായാലും ആളുകളെ എന്തായാലും ഏർപ്പാടാക്കി. നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് 2-3 ആൾക്കാര് കുറച്ച് കാലാണ്ട് കഴിയുമ്പോൾ എന്തായാലും വിശ്വാസത്തിൽ വരും. അതിലൊന്നും അതുകൊണ്ട് എന്താ നിങ്ങളാണ്. കാര്യം? അതുകൊണ്ടൊന്നും ബദർ കാര്യം ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല. അതുകൊണ്ട് ബദർ നന്നാവൂലല്ലോ. ബദർ ബദർ അപ്പോഴും ബദർ കൊള്ളയായിട്ട് കിടക്കും. ബദർ വലിയ ഇപ്പൊ ആകെ 3-4 യുദ്ധമാണ് മെയിൻ ആയിട്ട് നടന്നത്. ഉഹദ് യുദ്ധം, ആ ഖന്തക്ക്, ഉം, ഖൈബർ, ഉം, അതേമാതിരി ഈ ബദർ ഫസ്റ്റിലെ യുദ്ധം. ഉം. ഉം. ഖന്തക്കിൽ യുദ്ധം നടക്കാത്തോണ്ട് നബി രക്ഷപ്പെട്ടതാണ്. നബി രക്ഷപ്പെട്ട അതാ ഉഹദ് യുദ്ധം ഖന്തക്കില് അങ്ങനത്തെ. അതേന്ന് ഖന്തക്കില് ആ, നമ്മള് ഖന്തക്കില് യുദ്ധം ശരിക്കും നടക്കൂലാത്തോണ്ട് രക്ഷപ്പെട്ടാണ്. അതിന്റെ കലിപ്പാണ് ഖൈബറിലെ ജൂതന്മാരോട് തീർത്തത്. അതറിയോ നിങ്ങക്ക്? ഇപ്പൊ ഞാനിപ്പോ മിനിഞ്ഞാന്ന് ഇന്നാള് നിങ്ങൾ പറഞ്ഞല്ലോ ഇപ്പൊ ഒരു ഉം, സംസാരം നബി ഉം, അവിടെ മരിച്ചു കിടക്കുന്ന സമയത്ത് മരിച്ചാട് ഉം, നമ്മളെ മറ ചെയ്യുക വേണ്ടത്. പക്ഷെ അത് ഇവര് അബൂബക്കർ, ഉമർ, ഉസ്മാൻ ഉം. റളിയല്ലാഹു അൻഹു ഇവര് അധികാരത്തിനും വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അവിടെ നടത്തിയത്. അല്ലാതെ മുഹമ്മദ് നബിന്റെ ഇത് മയ്യത്തിന്റെ കൂടെ ആകെ ഇബ്നു അബ്ബാസും പിന്നെ ഇയാള് റളിയല്ലാഹു മറ്റേ എന്താണ് അലി. ഇയാളും ഉണ്ടായിരുന്നുള്ളു. അലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ, അപ്പോ ഫാത്തിമയും. അതെന്താ സംഭവിച്ചാൽ ഇസ്ലാമിന്റെ ആകെ തുക, അതായത് അവിടെ ബയ്യാത്ത് ചെയ്യലും പിന്നെ അവിടെ ഒരു അധികാരത്തിൽ ഒരാളാക്കലും ആ, ഇങ്ങനത്തെ ഒരു സംഭവം നബി ആദ്യം പറഞ്ഞു വെച്ചിനേക്കും. ഇല്ല ഏഹ് ഇല്ല ഉണ്ടെങ്കിപ്പോ അങ്ങനെ പറയുമെന്ന് പേടിച്ചിട്ടാണ് മുഹമ്മദ് നബി മരിക്കാൻ കിടക്കുന്ന സമയത്ത് വസിയത്ത് എഴുതാൻ. ഇപ്പൊ ആ നമുക്ക് നിർബന്ധമായിട്ടുള്ള അപ്പളേ കാര്യമാണല്ലോ വസിയത്ത്. ഞാനേ എന്റെ ഡ്യൂട്ടി ഇങ്ങനെ ചെയ്യാൻ നിൽക്കുക. അപ്പൊ ഞാനിങ്ങനെ എന്റെ ഒരു ഉം. ഡ്യൂട്ടിയിലാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങൾ ഒറ്റ മിനിറ്റ്. ലഭ്യമായ ഇന്റെ പുസ്തകങ്ങൾ ഇന്റെ ഫോണ് ഉപയോഗിച്ചിട്ട് ബദറിന്റെ ചരിത്രം ഒരു ഒന്ന് മിനിറ്റ്, പഠിക്കണം. ഒറ്റ മിനിറ്റ്, അത് പോട്ടെ. ഞാൻ നിങ്ങളെ വേറെ കാര്യമുണ്ട് എനിക്ക് നിങ്ങളോട്. പിന്നെ ഉം. ഞാൻ എന്റെ നമ്പർ നിങ്ങൾ നോട്ട് ചെയ്യണം. എനിക്ക് ഉം. നിങ്ങളെ വേറൊരു കാര്യമുണ്ട്. ഞങ്ങളൊരു സംഗതി പറഞ്ഞാൽ നിങ്ങൾ വരണം കൊണ്ടോട്ടിയില്. എന്റെ ഞാന് മോന്റെ ഒരു വിവാഹം. അത് ഇപ്പൊ എന്നോട് ഇല്ല, നിങ്ങൾ പറഞ്ഞു. ഇപ്പൊ ഇല്ല. എനിക്കത് നിങ്ങളിപ്പോ എറണാകുളത്താണല്ലേ? നിങ്ങൾ ഉം, എറണാകുളത്താണ്. അതെ. ഏഹ് നിങ്ങളെ വീട് എനിക്കറിയാം, മണ്ണാർക്കാട് എവിടെയാണ്. നിങ്ങളെ ജ്യേഷ്ഠന്മാര് 2 ആളുണ്ട് ഗൾഫിൽ നിന്ന് വന്നണോന്ന് അറിയില്ല. ഉം, പിന്നെ സഹോദരന്മാരും ഒക്കെ അറിയാം. അതൊക്കെ ഞാൻ കൂടുതലും അറിയാം. എനിക്ക് മണ്ണാർക്കാട് പറഞ്ഞാൽ നമുക്ക് കുടുംബങ്ങളൊക്കെ ഉം, ഉള്ളതാണ്. ഉം. കല്ലടിക്കോടും കുടുംബങ്ങളുണ്ട്, അല്ല കരിങ്കല്ലത്താനുണ്ട്. അതൊക്കെ മനസ്സിലായി. ഞാൻ പറഞ്ഞത് ആ, നിങ്ങള് ആ, പിന്നെ അല്ലേ ഞാൻ ഇപ്പൊ പറഞ്ഞ ലാസ്റ്റ് ഇതാണ്. ഉം, ഞാൻ കല്യാണം ആയിട്ടൊന്നുമില്ല, വരും 1 മാസം 2 ആവട്ടെ മാസത്തിന്റെ നിങ്ങൾ ഉള്ളിൽ ഒരു വിളിക്ക്. കല്യാണം. അപ്പൊ നമുക്ക് അപ്പൊ നോക്കാം. എനിക്ക് പറ്റുന്ന സാഹചര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് വരാം. നിങ്ങൾ കാരശ്ശേരി മാസമൊക്കെ ഉണ്ടാവും കല്യാണത്തിന്. നോക്കാം നമുക്ക്. അപ്പം അപ്പൊ ഞാൻ ഇങ്ങനെ പറ്റുന്ന കുറെ സാഹചര്യം ആളുകളുണ്ട്. ആണെങ്കിൽ സാഹചര്യം അനുവദിക്കുകയാണെങ്കിൽ അല്ല, നമുക്ക് അത് ചെയ്യാലോ പിന്നെ അങ്ങനെ അവസരങ്ങൾ. മനുഷ്യന്റെ കാര്യമല്ലേ, ചിലപ്പോ വരാൻ അതെ. പറ്റും, പറ്റാതെ ഒക്കെ ഇരിക്കുകയൊക്കെ ചെയ്യും. മൻസൂറും ഉണ്ടാവും. ആയിക്കോട്ടെ. എന്നാ ശരി, അസ്സലാമു ഓക്കെ അലൈക്കും. എന്നാ ശരി ശരി.